വിശദമായ വാർത്തയിലേക്ക്. ഇസ്രായേലിന്റെ ഭീഷണികളെ ഒന്നിച്ചു നേരിടുമെന്ന പ്രഖ്യാപനത്തോടെ ദോഹയിലെ അറബ് ഇസ്ലാമിക് ഉച്ചകോടി. ഇസ്രായേൽ ആക്രമണത്തെ ഉച്ചകോടി ശക്തമായ ഭാഷയിൽ അപലപിച്ചു. നെതന്യാഹുവിന്റെ വ്യാമോഹം നടക്കില്ലെന്ന് ഖത്തർ അമീർ പറഞ്ഞു. നാറ്റോ മാതൃകയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിരോധ നിര വേണമെന്ന് ഇറാഖ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ നേതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഉർദുഗാൻ പറഞ്ഞു. 50-ലധികം രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ അണിനിരന്നത്. ഉച്ചകോടിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനം ഷെറാട്ടൺ ഹോട്ടലിൽ പുരോഗമിക്കുകയാണ്. പേരുകളുമായി BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഉച്ചകോടി അവസാനിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലൊരു പ്രതികരണത്തിലേക്ക്, ഇല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടിയിലേക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? ഇതുവരെ രാജ്യങ്ങൾ 50ഓളം രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. രാജ്യങ്ങളുടെയൊക്കെ അഭിപ്രായം ഏതു തരത്തിലായിരുന്നു ഉച്ചകോടിയിൽ? ധന്യ, സമീപകാലത്ത് പശ്ചിമേഷ്യ കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയായി, ഇസ്രായേലിനെതിരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയായി ഈ GCC ഈ ഇസ്ലാമിക് കൂട്ടായ്മയുടെ ഉച്ചകോടി മാറിയിരിക്കുകയാണ്. 50-ലധികം വരുന്ന രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളുമാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായും നമ്മൾ കണ്ടത് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഏതൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണവും ഇനി തങ്ങളുടെ സഹോദരി രാജ്യത്തിന് നേരെയുള്ള ഒരു ആക്രമണമായി കണ്ട് ഒന്നായി നീങ്ങണം എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. മാത്രമല്ല, പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് നാറ്റോ പോലെ അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം, ഒരു പ്രതിരോധ സേന തന്നെ രൂപീകരിക്കപ്പെടണം എന്ന് പറഞ്ഞു. വെറും പ്രസ്താവനകൾ കൊണ്ട് മാത്രം മിസൈലുകളെ തടയാനാവില്ല എന്ന് പറഞ്ഞ രാജ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കാണുന്നത് ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് സമീപകാലത്ത് GCC രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ചും മുൾമുനയിൽ നിർത്തിയ ഒരു വിഷയമായിരുന്നു. എത്ര തന്നെ അമേരിക്കയോട് അടുത്ത് നിന്നിട്ടും, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെപ്പോലെ നിന്നിട്ടും അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ ഒരു ആയുധമിടുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വിഷയം അറിയുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിയില്ല എങ്കിൽ, ഇസ്രായേലിൻ്റെ കൂടെയാണ് അവർ നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായി എന്താണ് ഈ അറബ് രാജ്യങ്ങളുടെ ഭാവി എന്ന സ്വാഭാവികമായ ആശങ്കകളുണ്ടായി. ആ ആശങ്കയുടെ പ്രതിഫലനം നമ്മൾ കാണുന്നു. പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അവരുടെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ എല്ലാവരും ഉയർത്തിയ ഒരു വികാരം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. റജബ് തയ്യിബ് എർദോഗാൻ തുർക്കിയിൽ നിന്ന് വരുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട UAE പ്രസിഡന്റ് തന്നെ എത്തുന്നു. ഇറാഖിൽ നിന്ന് ആളുകൾ എത്തുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വരുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക് രാജ്യങ്ങളും അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം, അതാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇത് അമേരിക്കക്കും അതേപോലെ തന്നെ ഇസ്രായേലിനും ഒരു മെസ്സേജ് നൽകുക എന്നുള്ളതാണ് ഈ ഉച്ചകോടിയിൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. കാരണം ഇത്തരമൊരു കൂട്ടായ്മ ഒന്നിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതേപോലെ തന്നെ പാശ്ചാത്യ ലോകത്തിനെല്ലാം ഈ വിഷയം ഉൾക്കൊള്ളേണ്ടി വരും. നേരത്തെ തന്നെ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേറ്റ ശേഷം ആദ്യമായി കടന്നു വന്ന രാഷ്ട്രീയമായി സന്ദർശനം നടത്തിയത് അത് സൗദിയിലേക്കും അതേപോലെ തന്നെ രണ്ടാമത്തേത് ഖത്തറിലേക്കുമായിരുന്നു. ആ ഖത്തറിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ അത്രയും അമേരിക്ക ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം, അവർ ഇസ്രായേലിന് അനുകൂലമായി അമേരിക്ക അതിന് നിന്നുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നെങ്കിലും അമേരിക്ക അറിഞ്ഞു തന്നെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ദോഹയിൽ ഇസ്രായേലിന് ആക്രമണം നടത്താമെങ്കിൽ വേറെ ഏതു ഭാഗത്തും, ഏതൊരു GCC രാജ്യത്തും ഇനി ബോംബുകൾ വീഴാം എന്നുള്ള ആശങ്ക ഈ രാജ്യങ്ങൾക്കുണ്ട്. ആ ആശങ്ക തന്നെയാണ് പങ്കുവച്ചത്. സ്വാഭാവികമായും ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ കൂടിയുണ്ട്. അത് ഏറെ വിചിത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുകയാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധം തുടങ്ങിയതിനു ശേഷം ആ തരത്തിലുള്ള ഒരു പ്രസ്താവന നടക്കുന്നത്. ഇന്ന് മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി, എല്ലാവരും ഖത്തറിന് അനുകൂലമായി ഇവിടെ ഒത്തുചേർന്നപ്പോൾ ഇസ്രായേലിന് അനുകൂലമായി അങ്ങോട്ട് പോയത് US തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അമേരിക്ക എല്ലാ പിന്തുണയും ഇസ്രായേൽ നൽകുകയായിരുന്നു. ആ റൂബിയോ വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ, സാമ്പത്തികമായി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ തയ്യാറാകേണ്ടിയിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇസ്രായേൽ നൽകുകയാണ്. സുഹൈലൊന്ന് തുടരാം. MMC നാസർ കൂടി ചേരുന്നുണ്ട്. നാസർ, രാജ്യാന്തര നിയമം അനുസരിച്ച് തങ്ങളുടെ, അതായത് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം നമുക്കറിയാം ഏത് തരത്തിലാണ്
ഖത്തർ പ്രതികരിച്ചിരുന്നത് എന്നൊക്കെയുള്ള അത്തരത്തിലൊരു പരമാധികാരം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇല്ലെങ്കിൽ അതിനുമേലുള്ള ഒരു ആക്രമണം അത് സംരക്ഷിക്കുക, പരമാധികാരം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അന്ന് തന്നെ ഖത്തർ എടുത്തു പറയുന്ന കാര്യമാണ്. അത് സംരക്ഷിച്ചുകൊണ്ട് എന്ത് തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലേക്കാണ് ഈ GCC കൺട്രീസിനെ ഇല്ലെങ്കിൽ മറ്റ് നേതാക്കളെ 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ വിശദീകരണം നടക്കുന്നത്? ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള രണ്ട് സന്ദേശങ്ങളാണ് ഈ ഖത്തറിൽ ചേർന്നിരിക്കുന്ന അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മയും അതിൻ്റെ നേതൃയോഗത്തിൻ്റെ വിലയിരുത്തലും ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനമായത് ഖത്തറിന് പൂർണ്ണമായിട്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സഹകരണവും പിന്തുണയുമാണ് ഈ 57-അംഗ മുസ്ലിം അറബ് രാജ്യങ്ങളുടെ പൊതു കൂട്ടായ്മ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു സ്വരം പുറപ്പെടുവിച്ചിരിക്കുന്നു. കാരണം പരമാവധി ആയിരിക്കുന്നു, ഇനിയും ഇത്തരം കാര്യങ്ങൾ നോക്കി നിൽക്കാനാവുകയില്ല. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് തങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സന്ദേശം കൂടിയാണ് ഈ ഒരു സമ്മേളനത്തിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ 6 ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന സന്ദേശവും വളരെ ക്ലിയറാണ്, വളരെ വ്യക്തവുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചില ഏകീകൃത നടപടികൾ തങ്ങൾ കൈക്കൊള്ളും. ആ നടപടികളുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകും. അത്തരമൊരു ഘട്ടം സംജാതമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംയുക്ത പ്രസ്താവനയിലൂടെ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമാണ് ഈ സന്ദേശം എന്നത്. അത് ഒരുപക്ഷെ ഈ സംയുക്ത പ്രസ്താവനയിൽ ഈ നിലവിലുള്ള ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനവും ഇസ്രായേലിന്റെ നടപടിയിലുള്ള വിമർശനവും നടത്തുമ്പോൾ തന്നെ ഇതിൽ പറയാതെ പോയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായത് പരമാവധി സൈനികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് പുതിയ സാധ്യതകൾ, പുതിയ ശാക്തിക ചേരികളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാകും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ അമേരിക്കയ്ക്കുള്ള പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം തങ്ങളുടെ സുരക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നില്ല എങ്കിൽ മറ്റ് ശാക്തിക ചേരികളുമായി ചേർന്നുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള സംവിധാനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്താനും കൂടുതൽ ശക്തമായിട്ട് നിലയുറപ്പിക്കാനും തങ്ങൾ സാധ്യതകൾ ആരായുമെന്ന വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സന്ദേശം കൂടിയാണ് ഈ ഖത്തറിൽ ചേർന്നിരിക്കുന്ന ഈ സമ്മേളനം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ധന്യ. ശരി, MC തുടരാമോ? ഇപ്പോൾ ദോഹയിൽ ഉച്ചകോടി നടന്ന സ്ഥലത്ത് നിന്ന് മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. ഖത്തറിന് സമ്പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇന്ന് ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഓപ്പണിംഗ് നോട്ട് അദ്ദേഹമായിരുന്നു. ഈ ഉച്ചകോടിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം നടത്തിയ സംസാരത്തിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന് ഗസയുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് സ്വന്തം രാഷ്ട്രത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൻ്റെ അറ്റാക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, കവാർഡ്ലി അറ്റാക്ക്, ഭീരുത്വപരമായ ആക്രമണം എന്നാണ് അദ്ദേഹം ദോഹയിൽ ഹമാസ് ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗസയ്ക്ക് വേണ്ടി അദ്ദേഹം തുറന്നു സംസാരിച്ചു എന്നുള്ളതാണ്. ഗസയെ താമസിക്കാൻ പറ്റാത്ത ഒരു ഇടമാക്കി ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ സംസാരത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് മറ്റൊരു കാര്യം, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം, ഇസ്രായേലിൻ്റെ സ്വപ്നം, അത് അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ സ്വപ്നം, അത് നടക്കാത്തൊരു വ്യാമോഹമാണ് എന്നുകൂടി അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിന് പുറമെ അദ്ദേഹം പറഞ്ഞത് ഗസ മീഡിയേഷന് വേണ്ടി ഖത്തർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് ശ്രമങ്ങളാണ് ഗസയിലെ വെടിനിർത്തലിന് വേണ്ടി ഖത്തർ ഈജിപ്തുമായും അതുപോലെ US-ഉമായും ചേർന്ന് നടത്തിയത്. എന്നാൽ അതെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലായി പോയി ഇസ്രായേലിൻ്റെ പ്രതികരണം, ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ തന്നെ വധിക്കുന്നത് എന്തിനായിരുന്നു, പിന്നെ എന്തിനാണ് ചർച്ചയ്ക്കായി ഇവിടെ ഖത്തറിൽ ദോഹയിൽ വേദി ഒരുക്കിയത് എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ ഷെയ്ഖ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.
പിന്നീട് ഉച്ചകോടിയിൽ സംസാരിച്ച ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ സുദാനിയാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. നാറ്റോ മാതൃകയിൽ ഒരു സഹകരണ സംവിധാനം അറബ് രാജ്യങ്ങൾക്കിടയിൽ വേണം എന്നതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. അതുപോലെ തന്നെ ഇസ്രായേൽ മേഖലയിൽ സ്ഥിരമായി നിരന്തരമായി അസ്ഥിരത സൃഷ്ടിക്കുകയാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ ഇത്തരമൊരു സംവിധാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. പിന്നീട് സംസാരിച്ച തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യബ് എർദോഗാൻ ഫലസ്തീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച്, ഫലസ്തീൻ ജനതയെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. ആ പദ്ധതിയെ ഒരു തരത്തിലും അറബ് ലോകം അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം സംസാരിച്ചൊരു കാര്യം, ബെന്യാമിൻ നെതന്യാഹുവിനെയും ഇസ്രായേൽ ഭരണകൂടത്തെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, നിയമത്തിന് മുമ്പിൽ അവർ കണക്കു പറയേണ്ടി വരും എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് സംസാരിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് രാഷ്ട്രങ്ങളെ ഈ സ്വയം പ്രതിരോധം എന്ന പേര് പറഞ്ഞ് ഇസ്രായേൽ ഈ വർഷം ആക്രമിച്ചു എന്നുകൂടി പറയുകയുണ്ടായി. സ്വന്തം രാഷ്ട്രത്തിന് നേരെ ഇസ്രായേൽ ഈയിടെ നടത്തിയ ആക്രമണത്തെ സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ അസർബൈജാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, അസർബൈജാൻ നേരത്തെ ഇസ്രായേലിന് ഓയിൽ സപ്ലൈ ചെയ്തിരുന്ന രാഷ്ട്രമായിരുന്നു. അങ്ങനെ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ 50-ലേറെ രാഷ്ട്രങ്ങളാണ് ഇന്നത്തെ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ഉച്ചകോടി നടന്ന സ്ഥലത്തു നിന്നാണ് വിവരങ്ങൾ നൽകിയത് അബ്ബാസ്. ശരി, MC നന്ദി. വിവരങ്ങൾക്ക് അബ്ബാസ് ചേരുന്നുണ്ട്. ഉച്ചകോടിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. മുഹമ്മദ് അബ്ബാസ് ചേരുന്നു ദോഹയിൽ നിന്ന്. അബ്ബാസ്, വാർത്താ സമ്മേളനം കഴിഞ്ഞോ? എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഖത്തർ വ്യക്തമാക്കുന്നത്? ഓക്കെ ധന്യ, നമ്മളിപ്പോൾ ഉള്ളത് ഈ ഉച്ചകോടി നടന്ന ഷെറാട്ടൺ ഹോട്ടലിലെ ഇവിടെ അൽ റയ്യാൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു വാർത്താ മുറിയിലാണ്. ഇവിടെയായിരുന്നു പത്രസമ്മേളനം. ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി, അതുപോലെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെയും അറബ് ലീഗിൻ്റെയും ഭാരവാഹികളൊക്കെ ചേർന്നാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. ആ സമയം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കെ, ഒരു പ്രസ്താവന നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ പറയുന്ന പ്രകാരം 25 പോയിന്റുകൾ അതിൽ അക്കമിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കുന്ന ഒരു പ്രസ്താവന ആണ് ആദ്യത്തെ പോയിന്റായിട്ട് പറയുന്നത്. പിന്നീട് സോളിഡാരിറ്റി, ഈ ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം എല്ലാ അറബ് രാഷ്ട്രങ്ങളും പ്രഖ്യാപിക്കുന്നു. ഇത് ദോഹയിലെ ഈ ഉച്ചകോടി, അറബ് ഉച്ചകോടി അറബ് രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുകൂടി ഈ കമ്മ്യൂണിക്കെ പറയുന്നുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പിൽ ഇതിന് ഉത്തരവാദികളായവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നെല്ലാം ഇതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇങ്ങനെ വിശദമായ ഒരു 25 പോയിന്റുകളുള്ള ഒരു കമ്മ്യൂണിക്കെയാണ് നിലവിൽ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പുറത്തിറക്കിയിട്ടുള്ളത് തന്നെയാണ്. ഇതിൽ സംയുക്ത പ്രതിരോധ സംവിധാനങ്ങൾ, ഗൾഫ് പ്രതിരോധ ശേഷി, അതൊക്കെ സജീവമാക്കുക, അതിനപ്പുറത്തേക്ക് ആവശ്യമായിട്ടുള്ള എക്സിക്യൂട്ടീവ് നടപടികൾ സ്വീകരിക്കാൻ GCCയുടെ ഏകീകൃത സൈനിക കമാൻഡറോട് നിർദ്ദേശിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലായിരിക്കും അതിനൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ 50-ലേറെ രാഷ്ട്രങ്ങളാണ് ഇന്നത്തെ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട മുസ്ലിം ലോകത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായിട്ട് രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു. റജബ് എർദോഗാനെ പോലെയുള്ള തുർക്കി പ്രസിഡന്റ്, അതുപോലെ അബ്ദുൽ ഫത്താ അൽ സിസിയെ പോലെയുള്ള മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ പോലെയുള്ള മസൂദ് പെസഷ്കിയാനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ അതിന് ചെയർമാനായിട്ട് ചെയർ ചെയ്തത് ഖത്തർ അമീറാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിൽ വരും സമയത്താണ് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അറബ് രാജ്യങ്ങൾ കോർഡിനേഷനായിട്ട് മുന്നോട്ട് ഏകോപിച്ച് ഇസ്രായേലിനെതിരെ, ഇസ്രായേലിൻ്റെ കിരാതമായ നടപടികൾക്കെതിരെ അവർ
ഇവിടെ ഉയർത്തുന്ന മധ്യേഷ്യയിൽ പശ്ചിമേഷ്യയിൽ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ ഒന്നിച്ച് നീങ്ങും. ആ ഒന്നിച്ച് നീങ്ങണമെന്ന് പറയുന്ന ഒരു ആഹ്വാനമാണ്. ഈ ഒരു കമ്മ്യൂണിക്കെ ഇന്നത്തെ അല്ലെങ്കിൽ സെപ്റ്റംബർ 9 ആക്രമണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഗസയെക്കുറിച്ചും അതുപോലെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ വരും കാലത്ത് സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കും എന്നതിനെ കുറിച്ചെല്ലാമുള്ള പ്രധാനമായിട്ട്, അതായത് ഈ ആക്രമണം നടന്നത് എപ്പോഴാണ് എന്ന് നമുക്കറിയാം. ഗസയ്ക്കെതിരായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴാണ്, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥത വഹിക്കുമ്പോഴാണ് ഈ ആക്രമണം ദോഹയിൽ ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യമാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. അത് ആ വിഷയത്തിൽ എന്തെങ്കിലും, അതായത് മധ്യസ്ഥ ചർച്ച തുടരുമോ, ഇല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും? ഖത്തറിൽ തന്നെ ആയിരിക്കുമോ, ഈജിപ്ത് ആയിരിക്കുമോ, അങ്ങനെ എങ്ങനെയായിരിക്കും ഗസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകൾ ഇനി നടക്കുക, ഇല്ലെങ്കിൽ ചർച്ചകൾ ഇനി നടക്കുക എന്നത് വ്യക്തമാവുന്നുണ്ടോ? ഫലസ്തീൻ പ്രധാനമന്ത്രി അടക്കം ഇന്നത്തെ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല, ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ വിഷയമാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിൽ ഒരു തരത്തിലുള്ള കാലതാമസമോ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കോ ഉണ്ടാകില്ല എന്ന് എല്ലാ രാഷ്ട്രങ്ങളും നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം തന്നെ ഗസക്കുള്ള ഫലസ്തീനുള്ള പിന്തുണ അൺവേവറിംഗ് ആയിട്ട് എല്ലാ രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാതെ തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട റോഡ് മാപ്പ് തയ്യാറാക്കുകയും ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ വൈകാരികമായ അറബ് ലോകത്തിൻ്റെ വൈകാരികമായ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഒരു വേദന കൂടിയായി മാറിയ ഒരു ഇഷ്യൂ, ആ ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ട് തന്നെ മുസ്ലിം രാഷ്ട്ര നേതാക്കൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് ഇതിനെതിരെ മാത്രമല്ല, തങ്ങൾക്കെതിരെ മാത്രമല്ല, അടുത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെയും ലൈസൻസ് ഇല്ലാത്ത രീതിയിൽ അതിക്രമം നടത്തുന്ന സ്വഭാവമാണ് നിലവിൽ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാവിധ പ്രിൻസിപ്പിൾസിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ യോജിച്ചുള്ള നീക്കങ്ങൾക്ക് ഈ അറബ് ഉച്ചകൂടി പുതിയ വാതിലുകൾ തുറക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്ന് മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ല എന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുമ്പിൽ വരെ ഇവരെ എത്തിക്കാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗസ വിഷയത്തിൽ ഉൾപ്പെടെ, അതായത് ആ ചർച്ചകളെ പോലും ഒരു ശക്തിയില്ലാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ വളരെ ദുർബലമാക്കുന്ന തരത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ, ഈ ആക്രമണം കൊണ്ടുപോയിരുന്നു. അതുകൂടിയാണ് ഇവിടെ വ്യക്തമാവുന്നത്. രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന്, അറബ് രാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കാര്യത്തിൽ പ്രതിരോധിക്കും എന്നുള്ള തരത്തിലേക്കാണ് ഉച്ചകോടി നടന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് അബ്ബാസ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സേവനം ആരംഭിച്ചു. സൗദിയിലെ ഓൺലൈൻ പണമിടപാട് രീതിയായ മദ വഴിയാകും സേവനം. വരും ആഴ്ചകളിൽ സേവനം ലഭ്യമാകുമെന്ന് ഗൂഗിൾ അറിയിച്ചു. റിയാദിൽ നടക്കുന്ന മണി മിഡിൽ ഈസ്റ്റ് കോൺഫറൻസിലായിരുന്നു പ്രഖ്യാപനം നടന്നത്. സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിൾ അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതോടെ സൗദിയിലെ ഇടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറും. ഓൺലൈൻ പണമിടപാട് സേവകരായ മദ വഴിയാകും സൗദിയിൽ ഗൂഗിൾ പേ പ്രവർത്തിക്കുക. ഇതുവഴി ഉപഭോക്താക്കൾക്ക് മികച്ച പേയ്മെന്റ് അനുഭവം നൽകാനും കഴിയും. വിഷൻ 2030ന്റെ ഭാഗമായി സാമ്പത്തിക പുരോഗതി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പുതിയ ചുവടുവയ്പ്. മീഡിയ 1 ജിദ്ദ. ഒമാനിൽ പുതിയ മാധ്യമ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം. പുതിയതും ഉയർന്നു വരുന്നതുമായ ഡിജിറ്റൽ മാധ്യമങ്ങൾ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നേടണം. നിയന്ത്രണങ്ങൾ പ്രൊഫഷണലിസത്തിനും സുതാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്നതാണെന്നും ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി പറഞ്ഞു. സുൽത്താനിലെ മാധ്യമപ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന 144 ആർട്ടിക്കിൾ പുതുതായി പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. മാധ്യമപ്രവർത്തനം നടത്തുന്നവർ, പ്രത്യേകിച്ച് പുതിയതും ഉയർന്നുവരുന്നതുമായ ഡിജിറ്റൽ മാധ്യമങ്ങൾ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന നിബന്ധനകൾക്കനുസൃതമായി ലൈസൻസ് നേടണം. ഡിജിറ്റൽ മീഡിയയിലും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായാണ് പുതിയ നിയന്ത്രണങ്ങളെന്ന് വാർത്താക്കുറിപ്പിൽ ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി പറഞ്ഞു. നിയന്ത്രണങ്ങൾ പ്രൊഫഷണലിസത്തിനും സുതാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അച്ചടിച്ചതും കലാപരമായതുമായ വസ്തുക്കൾക്കുള്ള ഇറക്കുമതി നിയന്ത്രണങ്ങൾ, വാർത്താ മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് എപ്പോൾ ആവശ്യമാണ് എപ്പോൾ ആവശ്യമില്ല എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ, മാധ്യമപ്രവർത്തനങ്ങൾ നടത്താനുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ, ലൈസൻസുള്ള മാധ്യമ പ്രൊഫഷണലുകളെയും സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ എന്നിവയാണ് പ്രധാന വ്യവസ്ഥകൾ. മീഡിയ 1 മസ്കത്ത്.
വിവിധ രാജ്യങ്ങളിലെ സൗദി എംബസികൾ വഴി കഴിഞ്ഞ 3 മാസത്തിനിടെ 30 ലക്ഷത്തിനടുത്ത് വിസകൾ അനുവദിച്ചു. സൗദി വിദേശകാര്യ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. മുംബൈ, ജക്കാർത്ത, ധാക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിസകൾ അനുവദിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനിടെയുള്ള കണക്കുകളാണ് പുറത്തുവന്നത്. പുറത്തുവിട്ടത് സൗദി എംബസികൾ, കോൺസുലേറ്റുകൾ എന്നിവ വഴി അനുവദിച്ച വിസകളുടെ കണക്കാണ്. 29,47,550 വിസകൾ അനുവദിച്ചു എന്നാണ് കണക്ക്. സൗദി വിദേശ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലേതാണ് കണക്ക്. ഏറ്റവും കൂടുതൽ വിസകൾ അനുവദിച്ചത് മുംബൈ, ജക്കാർത്ത, ധാക്ക എന്നിവിടങ്ങളിലെ എംബസികൾ, കോൺസുലേറ്റുകൾ എന്നിവയിൽ നിന്നാണ്. ഇസ്ലാമാബാദ്, കറാച്ചി, കൈറോ എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിൽ വിസകൾ അനുവദിച്ചു. ഏറ്റവും കുറവ് വിസകൾ അനുവദിച്ചത് സ്പെയിനിലെ കോൺസുലേറ്റിൽ നിന്നാണ്. നിലവിൽ രാജ്യത്ത് ഓൺ അറൈവൽ, ഇ വിസ തുടങ്ങിയവ അനുവദിക്കുന്നുണ്ട്. 96 മണിക്കൂർ കാലാവധിയുള്ള ട്രാൻസിറ്റ് വിസകളും നിലവിൽ ലഭ്യമാണ്. ഇഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ ടാക്സി നിയമലംഘനങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് ഗതാഗത മന്ത്രാലയം. യാത്രക്കാരെ വിളിച്ചു കയറ്റുന്നതും തടഞ്ഞു നിർത്തി വിലപേശുന്നതും കടുത്ത നിയമലംഘനങ്ങളായി പരിഗണിക്കും. ഇത്തരം നിയമലംഘനങ്ങളിൽ 20,000 റിയാലിൽ കുറയാത്ത പിഴയും വാഹനം പിടിച്ചെടുത്ത് പൊതുലേലത്തിൽ വിൽപ്പന നടത്തുന്നതിനും മന്ത്രാലയം അനുമതി നൽകി. ലൈസൻസ് ഇല്ലാത്ത ഗതാഗത രീതികൾ തടയുന്നതിന് ലക്ഷ്യമിട്ടാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ നീക്കം. യാത്രക്കാരെ ക്ഷണിക്കുക, വിളിക്കുക, പിന്തുടരുക എന്നിവയുൾപ്പെടുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുതിയ റോഡ് ഗതാഗത സംവിധാനത്തിൽ വ്യക്തമായ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ഇത്തരം നിയമലംഘനങ്ങളിൽ 20,000 റിയാൽ പിഴയും വാഹനം പിടിച്ചെടുക്കലിനും വിധേയമാക്കും. വാഹനം പിന്നീട് പൊതുലേലത്തിൽ വിൽപ്പന നടത്തും. ഒപ്പം വിദേശിയാണെങ്കിൽ നാടുകടത്തലിനും വിധേയമാക്കും. അതോറിറ്റിയുടെ ഔദ്യോഗിക ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരെ ക്ഷണിക്കുക, വിളിക്കുക, പിന്തുടരുക, പാത തടസ്സപ്പെടുത്തുക, യാത്രക്കാരെ ആകർഷിക്കാൻ ഉദ്ദേശിച്ച് അലഞ്ഞുതിരിയുക, യാത്രക്കാരുടെ ഇടങ്ങളിൽ ഒത്തുകൂടുക എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയമലംഘനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുമെന്നും മന്ത്രാലയം വിശദീകരിച്ചു. തയ്യാറെടുപ്പ് ജോലികൾ നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ 11,000 റിയാൽ വരെ പിഴയും 25 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. ഗതാഗത മേഖലയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതവും വിശ്വസനീയവുമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായ അനിയന്ത്രിതമായ രീതികൾ തടയുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടികളെന്ന് അതോറിറ്റി വിശദീകരിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്തിൽ ഓട്ടോമാറ്റിക് വാഹന പരിശോധനാ സംവിധാനം വരുന്നു. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ പുതിയ പരിശോധനാ കേന്ദ്രത്തിലാണ് പദ്ധതി ഉടൻ ആരംഭിക്കുകയെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽ നിമ്രാൻ അറിയിച്ചു. റോഡിന് അപകടകരമായ വാഹനങ്ങൾക്ക് ഇനി ലൈസൻസ് പുതുക്കില്ല. കഴിഞ്ഞ മാസം 1.6 ലക്ഷം വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 2,389 എണ്ണം സ്ക്രാപ്പ് യാർഡിലേക്ക് അയച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 18 സ്വകാര്യ കമ്പനികൾക്ക് പരിശോധനാ ലൈസൻസ് ഉണ്ടെന്നും 6 പുതിയ അപേക്ഷകൾ പരിഗണനയിലാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ സൗദി വ്യാപാരത്തിന് പുതിയ വാതിൽ തുറന്ന് ജ്വല്ലറി എക്സ്പോ ജിദ്ദയിൽ സമാപിച്ചു. ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ എക്സ്പോയിൽ 100 കണക്കിന് സംരംഭകർ പങ്കെടുത്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു എക്സ്പോ. സാജക്സ് എന്ന പേരിൽ 3 ദിവസം നീണ്ട എക്സ്പോ ശനിയാഴ്ചയാണ് സമാപിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭരണ വ്യാപാരത്തിലും നിക്ഷേപത്തിലും പുതിയ സാധ്യതകൾ തുറക്കുന്നതായിരുന്നു എക്സ്പോ. ആഗോള ആഭരണ നിക്ഷേപ സമ്മേളനമായിരുന്നു എക്സ്പോയുടെ പ്രധാന ആകർഷണം. ആഭരണ വ്യവസായ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ, വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെയും രത്നാഭരണങ്ങളുടെയും പ്രദർശനം തുടങ്ങിയവ എക്സ്പോയുടെ ഭാഗമായി. ജ്വല്ലറി ഉൽപ്പാദകർ, ഡിസൈനർമാർ, നിക്ഷേപകർ തുടങ്ങി 200-ലധികം പ്രദർശകരും 2,000-ലധികം വ്യാപാരികളും എക്സ്പോയിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഡിസൈനർ അഷ്ഫാ ഖാൻ ടീം സൗദി പങ്കാളികളുമായി സഹകരിച്ച് ജ്വല്ലറി, അപ്പാരൽ, ഫാഷൻ ഷോയും സംഗീത പരിപാടികളും അരങ്ങേറി. സൗദി വ്യാവസായിക നിക്ഷേപ ഡെപ്യൂട്ടി മന്ത്രി എഞ്ചിനീയർ ഫഹദ് അൽ ജുബൈരി, ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ഫഹദ് അഹമ്മദ് ഖാൻ സൂരി എന്നിവർ പങ്കെടുത്തു. മീഡിയ 1, ജിദ്ദ. സൗദിയിൽ തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി മാനവവിഭവശേഷി മന്ത്രാലയം. വർക്ക് പെർമിറ്റ് ഇല്ലാതെ വിദേശ തൊഴിലാളിയെ ജോലിക്ക് നിയമിച്ചാൽ 10,000 റിയാൽ പിഴ ചുമത്തും. 50-ൽ കൂടുതൽ വനിതാ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ കുട്ടികൾക്കായി നഴ്സറി സൗകര്യം ഒരുക്കണമെന്നും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സൗദി തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളുടെയും ശിക്ഷകളുടെയും പട്ടികയിൽ കരട് ഭേദഗതിയുമായി മാനവ വിഭവശേഷി മന്ത്രാലയം. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റിലോ തൊഴിൽ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷ കടുപ്പിക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. 20 ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ, 21 മുതൽ 49 വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ,
50 മുതൽ മുകളിലോട്ട് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 3ആയി തിരിച്ചാണ് ശിക്ഷാ നടപടികൾ വിഭാവനം ചെയ്യുന്നത്. വർക്ക് പെർമിറ്റില്ലാതെ ജോലി ചെയ്യുന്ന ഓരോ വിദേശ തൊഴിലാളിക്കും 15,000 റിയാൽ വീതം പിഴ ചുമത്തും. 50 അതിൽ കൂടുതലോ വനിതാ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ കുട്ടികൾക്കായി പ്രത്യേകം നഴ്സറി സൗകര്യം ഒരുക്കണം. പ്രസവാവധി പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 1000 റിയാൽ പിഴ ചുമത്തും. ജോലിയുടെ സ്വഭാവത്തിനനുയോജ്യമായ യൂണിഫോമുകൾ കമ്പനികൾ ഉറപ്പുവരുത്തണമെന്നും നിയമം നിഷ്കർഷിക്കുന്നു. രാജ്യത്തെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽപരവും ആരോഗ്യപരവുമായ സുരക്ഷയും ഉയർന്ന മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഭേദഗതിയെന്നും മന്ത്രാലയം വിശദീകരിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ഹജ്ജിനും ഉംറയ്ക്കുമായി തീർത്ഥാടകർ വേഷം മാറുന്ന മിഖാത്തുകൾ മികച്ചതാക്കാൻ പദ്ധതി തയ്യാറാക്കി. തീർത്ഥാടകരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദിയുടെ പദ്ധതി. മക്ക റോയൽ കമ്മീഷന് കീഴിലാണ് പദ്ധതി നടപ്പാക്കുക. ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ ചടങ്ങ് ആരംഭിക്കുന്ന അഥവാ ഇഹ്റാം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് മീഖാത്തുകൾ. തീർത്ഥാടകരുടെ വർധനവ് പരിഗണിച്ചാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇതിനായി പദ്ധതികൾ മക്ക റോയൽ കമ്മീഷന് കീഴിലാണ് നടപ്പാക്കുക. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ മീഖാത്തുകളിൽ തീർത്ഥാടകരുടെ കാത്തിരിപ്പ് സമയം 80 നിന്ന് 39 കുറഞ്ഞിരുന്നു. നേരത്തെ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ വിജയിച്ചതായും ഹജ്ജ് ഉംറ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. കർണുൽ മനാസിൽ മീഖാത്തിൽ നിലവിൽ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. മറ്റു 4 മീഖാത്തുകളിലും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും പൈതൃകത്തിന്റെയും അടയാളപ്പെടുത്തൽ കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതി. സാബിത് സലീം, മീഡിയ 1, മക്ക. സൗദിയിലെ വിവിധ കസ്റ്റംസ് തുറമുഖങ്ങളിൽ നിന്നായി 14,000-ലധികം കള്ളക്കടത്ത് ശ്രമങ്ങൾ പരാജയപ്പെടുത്തി. സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ കീഴിലായിരുന്നു പരിശോധന. ഒരാഴ്ചക്കിടെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത്. കര, കടൽ, വ്യോമമാർഗങ്ങളിലെ കസ്റ്റംസ് തുറമുഖങ്ങളിൽ തടഞ്ഞ കള്ളക്കടത്ത് ശ്രമങ്ങളുടെ കണക്കുകളാണ് പുറത്തുവിട്ടത്. 1402 ഇത്തരം ശ്രമങ്ങളാണ് പരാജയപ്പെടുത്തിയത്. ഒരാഴ്ചക്കിടെയുള്ള കണക്കുകളാണിത്. ഹാഷിഷ്, കൊക്കൈൻ, ഹെറോയിൻ, ഷാബു, ക്യാപ്റ്റഗൺ ഗുളികകൾ തുടങ്ങി 35 ഇനം മയക്കുമരുന്നുകൾ ഇതിൽ ഉൾപ്പെടും. 479 നിരോധിത വസ്തുക്കളും പിടികൂടി. 1029 പാക്കറ്റ് പുകയില, 18 തരം അനധികൃത കറൻസികൾ, ആയുധങ്ങളും ബന്ധപ്പെട്ട ഉപകരണങ്ങളും തുടങ്ങിയവയാണ് പ്രധാനമായും പിടികൂടിയത്. സമൂഹത്തിന്റെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുമായി സഹകരണം തുടരും. ഇറക്കുമതി, കയറ്റുമതി മേഖലയിൽ കസ്റ്റംസ് നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ ഫർവാനിയ ഗവർണറേറ്റിൽ വാണിജ്യ നിയന്ത്രണ വകുപ്പ് നടത്തിയ പരിശോധനകളിൽ 381 വാണിജ്യ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പ്രശസ്ത അന്താരാഷ്ട്ര ബ്രാൻഡുകളെ അനുകരിക്കുന്ന വ്യാജ വാച്ചുകൾ, വാലറ്റുകൾ, ലേഡീസ് ഹാൻഡ് ബാഗുകൾ, തൊപ്പികൾ എന്നിവ പിടിച്ചെടുത്തു. നിയമലംഘകർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി പറഞ്ഞു. തട്ടിയെടുത്ത പണം നിക്ഷേപിക്കാൻ വ്യാജ കമ്പനി അക്കൗണ്ടുകൾ നിർമ്മിച്ച അന്താരാഷ്ട്ര സംഘം ദുബായ് പോലീസിന്റെ പിടിയിൽ. മോഷ്ടിച്ച ബാങ്ക് കാർഡുകളിലെ തുക ഈ വ്യാജ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതായിരുന്നു രീതി. അക്കൗണ്ടുകൾ തുറക്കുന്നതിന് വ്യാജ കമ്പനികളുടെ വിവരങ്ങൾ നിർമ്മിച്ചാണ് ബാങ്കുകളെ ഉൾപ്പെടെ കബളിപ്പിച്ചിരുന്നത്. കൃത്യമായ നിരീക്ഷണത്തിനൊടുവിലാണ് സംഘം പിടിയിലായതെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. നിയമലംഘകരെ പിടികൂടാൻ CCTV ക്യാമറകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നുവെന്ന് കുവൈറ്റ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. പൊതുനിരത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഗതാഗത നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതായി സ്ഥിരീകരിച്ചു. ഇതിനായി പ്രത്യേക നിരീക്ഷണ സംഘത്തെ ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. കുവൈത്തിലെ സുലൈബിയ കാർഷിക മേഖലയിൽ ഫാമിലെ 3 വെയർഹൌസുകളിൽ വൻ തീപിടുത്തമുണ്ടായി. ചായങ്ങൾ, ഡീസൽ, ഗ്യാസ് സിലിണ്ടറുകൾ എന്നിവ അടങ്ങിയ വെയർഹൌസിലാണ് തീപിടുത്തമുണ്ടായത്. പ്രദേശത്ത് വലിയ രീതിയിൽ പുക ഉയർന്നു. 6 അഗ്നിശമന സേന ടീമുകളെത്തി തീയണച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഹുബുർ റസൂൽ മസ്കറ്റിന്റെ നൂറെ മുജസ്സം 2025 പരിസമാപ്തി. അൽഖൈൽ തബാറക് പ്രൈവറ്റ് സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഒമാനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദഫ് ടീമുകൾ പങ്കെടുത്ത സീസൺ 3 നാഷണൽ ദഫ് മത്സരത്തിൽ ഹുബുർ റസൂൽ മദ്രസ സീനിയർ ടീം 1ാം സ്ഥാനം നേടി. ഹുബുർ റസൂൽ മദ്രസ ജൂനിയർ ടീമിനാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനത്തിന് സീബ് താലിമുൻ ഖുറാൻ മദ്രസയും അർഹരായി.
ഒരു പരിചയവുമില്ലാത്ത 10 വയസ്സുള്ള കുഞ്ഞിന് സ്റ്റെം സെൽ ദാനം ചെയ്യാനായി ഒരു പ്രവാസി യുവാവ് നാട്ടിലേക്ക് പറന്നു. മജ്ജ മാറ്റിവെക്കലിന് കുട്ടിക്ക് ചേരുന്ന അപൂർവ സ്റ്റെം സെൽ ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. കോഴിക്കോട് മുക്കം സ്വദേശി അംജദാണ് മാതൃകയായത്. തനിക്ക് ആരാണ് എന്ന് പോലും അറിയാത്ത ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ യുഎയിൽ നിന്ന് വിമാനം കയറി കേരളത്തിൽ പോയി സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്ത ഒരു പ്രവാസി മലയാളി അംജിതാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഇത് വളരെ റെയറാണ്. 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഈ സ്റ്റെം സെൽസ് മാച്ച് ആവൂ. അതാണ് ഇതിൻ്റെ കാരണം. ഇതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞ് 3-4 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോയി ഡൊണേറ്റ് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കഥ, എങ്ങനെയാണ് ഇതിന് പോയത്? ഇത് ധാത്രി പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അവരാണ് ഇന്ത്യയിൽ മൊത്തം സ്റ്റെം സെല്ലിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കേസ് വന്നത് ഒരു 10 വയസ്സായ കുട്ടിക്കാണ്. എന്നോട് എന്നെ വിളിച്ച് 2 മാസം മുമ്പാണ് വിളിച്ചത്. പക്ഷേ എനിക്ക് ആകെ എന്നോട് പറഞ്ഞത് 10 വയസ്സായ കുട്ടിക്ക് ഇങ്ങനെ നിങ്ങളുടെ മാച്ച് ആയിട്ടുണ്ട്. ആ മാച്ച് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ പാലിയേറ്റീവ് കെയർ ബ്ലഡ് ഡൊണേഷനൊക്കെ സമയത്ത് ആക്റ്റീവാണ്. അപ്പോൾ ആ സമയത്ത് ഒരു മലപ്പുറത്തുള്ള ഒരു 7 മാസം പ്രായ കുട്ടിക്ക് ഇതേ സെയിം കേസ് വന്നിരുന്നു. അപ്പോൾ നമ്മളെ കോളേജുകളും മൊത്തം എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പുകൾ നടത്തി. കാരണം ആരെങ്കിലും മാച്ച് ആവുണ്ടോ നോക്കി. അന്ന് ഞാൻ ജസ്റ്റ് സാമ്പിൾ കൊടുത്താണ് 2014. അന്ന് ഈ കുട്ടി ജനിച്ചിട്ട് പോലുമില്ല. ഈ കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സാണ്. 11 വർഷം മുമ്പ് നമ്മൾ സാമ്പിൾ കൊടുത്താണ്. അപ്പം അന്ന് നമ്മളെ വേറെ സ്ഥലത്തു നിന്നൊരു ആളുടെ മാച്ച് ചെയ്യാൻ ആ കുട്ടിക്ക് കൊടുത്ത്. പിന്നെ അതിന് ശേഷം ഇപ്പം 2 മാസം മുമ്പാണ് എനിക്ക് കോൾ വന്നത്. വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മാച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഒരു വട്ടം ഡാറ്റ കൊടുത്താൽ അതുപോലെ കയ്യിലുണ്ടോ. അത് ശരിക്കും നമ്മളെ കവിളിലില്ലേ, കവിളിൽ നിന്നാണ് അതിൻ്റെ ഉമ്മീര് പോലെ ആ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യുക പോലെ. അപ്പം ആ മാച്ച് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഈ കേസിൽ നമ്മൾ പാലിയേറ്റീവ് ബ്ലഡ് ഡൊണേഷനിലെ കുറേ കുട്ടികളും ഇതൊക്കെ നമുക്ക് അറിയാം. കാരണം ഇതിനോട് കിട്ടാൻ കാരണം ഒരു കുട്ടിൻ്റെ ജീവിതമാണല്ലോ, 10 വയസ്സ് തന്നെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പ്രായമാണല്ലോ. അപ്പോൾ ഞാൻ അപ്പൻ ഓക്കെ പറഞ്ഞ് പിന്നെ ഓല അതിൻ്റെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞാനൊരു 2 ആഴ്ച മുമ്പ് നാട്ടിൽ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഒരു 10-27 ടെസ്റ്റിൻ്റെ ശരീരം മൊത്തം ചെയ്ത്. കാരണം നമ്മളെ ബ്ലഡ് അത്രയും ഓക്കെയാണ്, നമ്മുടെ ശരീരം അത്രയും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റെം സെൽ ഡൊണേഷന് വേണ്ടിയിട്ട് യുഎയിൽ നിന്ന് എന്തിനാണ് കേരളത്തിലേക്ക് പോകുന്നത് എന്ന് പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൾ വന്ന സമയത്തുള്ളൊരു ഫീൽ എന്തായിരുന്നു? അത് യുഎയിൽ നിന്ന് എന്നല്ല, ലോകത്ത് എവിടെയാണ് ഞാൻ അവിടെ എത്തും. കാരണം വെച്ചാൽ നമ്മളൊരു 5 ഡേ കൊണ്ട് ഒരു 10 വയസ്സായ കുട്ടീൻ്റെ ജീവിതമാണ് രക്ഷപ്പെടുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ലോകത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഞാൻ നേരെ അവിടേക്ക് എത്തി. അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫുൾ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിൽ റെഡി ആവാത്ത ടെസ്റ്റുകൾ വീണ്ടും ചെയ്തിട്ട് ഒക്കെ ഫുള്ള് ഫിനിഷ് ആക്കി. കാരണം വെച്ചാൽ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ ആ കുട്ടിക്കും ബാധിക്കും. അത് ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ കൊടുത്തുകൊണ്ട് ആ ഫാമിലിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. ഈ ഒരു കുട്ടീനെ കുറിച്ച് അറിയാനോ ആ കുട്ടീനെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നില്ലേ? അവരെന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, 10 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എനിക്കൊരു 9 വയസ്സായ ചെറിയ അനിയുണ്ട്, ആയാൻ എന്ന് പറഞ്ഞിട്ട് അനിയുണ്ട്. എനിക്ക് ഫസ്റ്റ് മനസ്സ് വന്ന ഓൻ്റെ മോക്കാണ്. പിന്നെ അതേപോലെ ഇങ്ങനെ ബാധിച്ചിട്ട് ഞാൻ പാലിയേറ്റീവ് കെയർ ബ്ലഡ് ഡൊണേഷൻ കേരളത്തിൻ്റെ പ്രസിഡന്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ ആദ്യം കോൺടാക്ട് ഉണ്ട്. അത് ക്യാൻസർ മാത്രമല്ല പല അസുഖങ്ങളും ബാധിച്ച കുറേ കുട്ടികൾ എനിക്ക് ആദ്യം അറിയാം. നമ്മൾ ചാറ്റിങ് ഇതൊക്കെ ഉള്ള ഉണ്ട്. നമ്മളോട് ചെയ്യാൻ പറ്റുന്നൊക്കെ അവരോട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റിൻ്റെ മൈൻഡിൽ അവരൊക്കെയാണ് ഓർമ്മ വന്നത്. അവരുടെ മുഖങ്ങളൊക്കെ മനസ്സ് വന്നപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ വെച്ചാൽ എൻ്റെ ആ സ്റ്റെംസിൽ ആ കുട്ടിക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളത്. ഫസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കാണാൻ പറ്റണം എൻ്റെ ആഗ്രഹം, കുട്ടി ആരോഗ്യമായി ഇരിക്കട്ടെ. പക്ഷേ കാണുമ്പോൾ ഉള്ളത് എനിക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതുവരെ കാണാത്ത ഒരാളാണ്. എവിടെ ചിലപ്പോൾ മലയാളം ചിലപ്പോൾ തിരിയണമെന്നില്ല, ചിലപ്പോൾ എനിക്ക് അറിയാത്ത ഭാഷക്കാരനായിരിക്കും. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളാവാൻ ചാൻസ് ഉണ്ട്. മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്യാമറമാൻ യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ 1, അജ്മാൻ. ഫോട്ടോഗ്രാഫറും തിരക്കഥാകൃത്തുമായ KR സുനിൽ എഴുതിയ വെളിച്ചപ്പാടും പോക്കറ്റടിക്കാരനും എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനം ബഹ്റൈനിൽ നടന്നു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് കൈതാരത്ത് ബഷീർ അമ്പലായിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ മസ്കറ്റ് മേഖല സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചു. മസ്കറ്റിലെ റൂബി പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ശിവന്യ, ധ്യാന, ആരാധ്യ എന്നിവർ വിജയികളായി. ജൂനിയർ വിഭാഗത്തിൽ സജേത്, ആലാപ്, ആദിൽ എന്നിവരും ജേതാക്കളായി. രക്ഷിതാക്കൾക്കായി ഓപ്പൺ വിഭാഗത്തിൽ നടത്തിയ മത്സരത്തിൽ അഞ്ജലി, ശ്രീജ, സൗമ്യ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ചാപ്റ്റർ തല ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 26-ന് ഇബ്രയിൽ വെച്ച് നടക്കും. മലയാള മിഷൻ ഒമാൻ ചാപ്റ്റർ സീബ് മേഖല പ്രവേശനോത്സവവും സുഗതാഞ്ജലി മത്സരവും സംഘടിപ്പിച്ചു. സീബ് നീയാൻ ഫാമിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാതൃഭാഷാ സംരക്ഷണ റാലിയോടെ ആരംഭിച്ച പ്രവേശനോത്സവം മലയാള മിഷൻ ഒമാൻ ചാപ്റ്റർ സെക്രട്ടറി അനുചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ഇടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ ബഹ്റൈൻ ചാപ്റ്റർ സാഹിത്യവേദിയുടെ ഓണപ്പതിപ്പായ ഓർമ്മയിലെ ഓണം മാഗസിൻ പ്രകാശനം ചെയ്തു. എടപ്പാളിൽ നടന്ന പൂരാട വാണിഭം പരിപാടിയിലെ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചായിരുന്നു പ്രകാശനം. ഡോക്ടർ KT ജലീൽ MLA, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ ചേർന്ന് പാർവതി ടീച്ചർക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു. സൗദിയിൽ റിയാദ് ഇന്ത്യൻ അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. ഉമ്മർകുട്ടിയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ അബു മാത്തൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്റർ സ്കൂൾ ക്വിസ് ഫിനാലെ, അവാർഡ് സമർപ്പണം, മാഗസിൻ പ്രകാശനം, ഡോക്യുമെന്ററി പ്രദർശനം, സാമ്പത്തിക സഹായ വിതരണം, മെഗാ ഷോ, വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകളിലേക്ക്. റാസൽ ഖൈമയിൽ പുതിയ ബ്രാഞ്ച് തുറന്ന് പ്രമുഖ ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് കമ്പനിയായ ഗോകൈറ്റ്. അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോളതലത്തിൽ 20ാമത്തേതും UAE-യിലെ 5ാമത് ശാഖയുമാണ് റാസൽ ഖൈമയിലെ അൽ നഖീലിൽ ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേക അവധിക്കാല പാക്കേജുകൾ, ഫാസ്റ്റ് ട്രാക്ക് വിസ പ്രോസസിംഗ്, കോർപ്പറേറ്റ് ട്രാവൽ മാനേജ്മെന്റ്, ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗുകൾ തുടങ്ങിയ സേവനങ്ങൾ പുതിയ ഷോറൂമിലും ലഭ്യമാകും. RJ മിഥുൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. റാസൽ ഖൈമ എമിറേറ്റ്സിൽ ഇത്രയും വിപുലമായിട്ടൊരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ ട്രാവൽസ് കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ഒന്ന്, നിങ്ങളിപ്പോൾ ഒരുപാടടുത്ത് ശരിക്കും ഫിക്സഡ് ഹോളിഡേയ്സ് ആണെങ്കിലും 150 രാജ്യങ്ങളിലേക്കുള്ള ഡെസ്റ്റിനേഷൻസ് ആൻഡ് വിസ അസിസ്റ്റൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലേ? ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ചെയ്യുന്ന ഒരു ട്രാവൽ ഏജന്റ് ഇവിടെ റാസൽ ഖൈമയിൽ നോർത്തേൺ എമിറേറ്റ്സിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, അത് അവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. UAE-യിലെ ഉപഭോക്താക്കളിലേക്ക് തങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും മികച്ച സേവനം ജനങ്ങൾ ഏറ്റെടുത്തതാണ് 20ാമത്തെ ബ്രാഞ്ചിലേക്ക് ഉയർത്തിയതെന്നും ഗോകൈറ്റ് സ്ഥാപകൻ സെയ്ദ് അമീൻ പറഞ്ഞു. നിലവിൽ നമ്മൾ UAE, ഒമാൻ, ഇന്ത്യ 3 രാജ്യങ്ങളിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ വി ആർ പ്ലാൻ ബൈ 2029 വി ആർ പ്ലാനിങ് അനദർ 40 ലൊക്കേഷൻസ്. 40 ലൊക്കേഷൻസ് ആണ് 2029 നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പ്ലസ് നമ്മുടെ സർവീസ് ഓൺലൈനിലേക്കും അതുപോലെ തന്നെ എല്ലാ സർവീസസും ഓൺലൈനിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പ്ലാനിങ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇയർ എൻഡോട് കൂടി നമ്മുടെ ഒരു ഫുൾ ഇൻ്റഗ്രേറ്റഡ് ആയ ബുക്കിംഗ് എൻജിൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇയർ എൻഡോട് കൂടി ഡെവലപ്പ് ആവും. നമ്മുടെ സർവീസ് ഏരിയ എന്ന് പറയുന്നത് ഔട്ട് ബൗണ്ട് ഹോളിഡേയ്സ് ഒരു 180+ ഡെസ്റ്റിനേഷൻസിലേക്കുള്ള ഔട്ട് ബൗണ്ട് ഹോളിഡേയ്സ്, 150+ കൺട്രീസിലേക്കുള്ള വിസ സർവീസ്, പ്ലസ് എൻഡ് ടു എൻഡ് ട്രാവൽ സർവീസ്, വെദർ ഇറ്റ് ബി കോർപ്പറേറ്റ്, ഇൻഡിവിജ്വൽ, ഫാമിലി, വാട്ട് എവർ, എൻഡ് ടു എൻഡ് ട്രാവൽ സർവീസാണ് ഗോകൈറ്റിൻ്റെ. അതിൽ തന്നെ നമ്മളൊരു B2C സെൻട്രിക് ബ്രാൻഡാണ്. B2B എന്നുള്ളതിനേക്കാൾ ഒരു കസ്റ്റമർ സെൻട്രിക്, മോർ ഇൻ ടു കസ്റ്റമൈസ്ഡ് ടൂർസ്. ദിസ് ഈസ് അവർ മോഡ് ഓഫ് ഓപ്പറേഷൻ. ബിസിനസ് ഹെഡ് ഷംനാസ്, BDTM പോപ്സൺ ജോസഫ്, GM കോമൽ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. മീഡിയ 1 റാസൽ ഖൈമ. ബഹ്റൈനിലെ സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം അധ്യാപക ദിനവും നബിദിനം, ഓണം എന്നിവയും സംയുക്തമായി ആഘോഷിച്ചു. KCA ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കലാകാരന്മാരും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ചെയർമാൻ എബ്രഹാം ജോൺ അധ്യക്ഷത വഹിച്ച പരിപാടി രാജേഷ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈനിൽ മുഹറക് മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണപ്പാട്ട് മത്സരവും തിരുവാതിര മത്സരവും സംഘടിപ്പിക്കുന്നു. സംഘടനയുടെ 1 മാസം നീണ്ടു നിൽക്കുന്ന ആലൻ പൊന്നോണത്തിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ ഒരുക്കുന്നത്. മോറക് സയാനി ഹാൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ്, മോറക് മലയാളി സമാജം ഓഫീസ് തുടങ്ങിയ വ്യത്യസ്ത വേദികളിലാണ് പരിപാടികൾ അരങ്ങേറുക. നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ ബഹ്റൈൻ ചാപ്റ്റർ ഓണസംഗമം സംഘടിപ്പിച്ചു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടന്നു. ചെയർമാൻ ഫറൂഖ് KK-യുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KT സലീം, അസീൽ അബ്ദുൾ റഹ്മാൻ, ജബാർ കുട്ടീസ്, അനസ്, ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. അബുദാബിയിൽ ആദ്യമായി ഡ്രൈവറില്ലാ ഡെലിവറി വാഹനത്തിന് നമ്പർ പ്ലേറ്റ് അനുവദിച്ചു. അബുദാബി മസ്താർ സിറ്റിയിലാണ് ഈ വാഹനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുക. K2, EMX എന്നീ കമ്പനികളുമായി സഹകരിച്ചാണ് മസ്താർ സിറ്റിയിൽ ഡ്രൈവറില്ലാ ഡെലിവറി വാഹനങ്ങളുടെ സർവീസ് പരീക്ഷിക്കുന്നത്. 2040ഓടെ 25% വാഹനങ്ങളും സ്മാർട്ട് ഗതാഗത സംവിധാനങ്ങൾ വഴിയാക്കാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഈ പരീക്ഷണം. ഡ്രൈവറില്ലാ ഡെലിവറി വാഹനങ്ങളുടെ പരീക്ഷണയോട്ടത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അധികൃതർ പുറത്തുവിട്ടു. അബുദാബി നിരത്തിലൂടെ സുരക്ഷിതമായി വാഹനം സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്.
സ്മാർട്ട് ഗതാഗത ഉപകരണങ്ങളും നിർമ്മിത ബുദ്ധിയും സംയോജിപ്പിച്ചാണ് ഈ വാഹനം മുന്നോട്ട് പോവുക. മനുഷ്യസ്പർശമില്ലാതെ ഓർഡറുകളുടെ ഡെലിവറി സാധ്യമാക്കുന്നതാണ് ഈ വാഹനം. K2 കമ്പനിയുടെ ഉപവിഭാഗമായ ഓട്ടോഗോയാണ് ഡ്രൈവറില്ല ഡെലിവറി വാഹനം വികസിപ്പിച്ചത്. അബുദാബിയുടെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവറില്ല ടാക്സികൾ നേരത്തെ സർവീസ് ആരംഭിച്ചിരുന്നു. മീഡിയ 1 അബുദാബി. എമിറേറ്റ്സ് എയർലൈൻസ് സ്പാനിഷ് ബാസ്കറ്റ്ബോൾ ടീമായ റയൽ മാഡ്രിഡിന്റെ മെയിൻ സ്പോൺസറായി. ഇത് സംബന്ധിച്ച് ദീർഘകാല കരാറിൽ ഒപ്പിട്ടു. എമിറേറ്റ്സിന്റെ ഫ്ലൈ ബെറ്റർ ബ്രാൻഡിംഗ് എല്ലാ ജേഴ്സികളിലും പ്രദർശിപ്പിക്കും. റയൽ മാഡ്രിഡ് ഫുട്ബോൾ ടീമായും എമിറേറ്റ്സിന് പരസ്യ ക്യാമ്പയിനുകളിൽ പങ്കാളിത്തമുണ്ട്. പങ്കാളിത്തത്തിൽ അഭിമാനമുണ്ടെന്നും റയൽ മാഡ്രിഡിന്റെ ആരാധകരുമായുള്ള തങ്ങളുടെ ബന്ധം ശക്തിപ്പെടുമെന്നും എമിറേറ്റ്സ് പ്രതികരിച്ചു. കേരള എക്സ്പാറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ KEFA ദുബൈയിൽ സംഘടിപ്പിക്കുന്ന KCL ചാമ്പ്യൻസ് ലീഗിന് ഫിക്ചറായതായി സംഘാടകർ അറിയിച്ചു. മത്സരങ്ങൾ ഈ മാസം 28-ന് ദുബൈ ഗിസൈസിലെ ടാലന്റ് സ്പോർട്സ് അക്കാദമിയിൽ നടക്കും. 28 ടീമുകൾ മാറ്റുരയ്ക്കും. ഫിക്ചറിംഗ് ചടങ്ങ് PTA മുനീർ ഉദ്ഘാടനം ചെയ്തു. സൗദി ജുബൈലിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് കർണാടക സ്വദേശി മരിച്ചു. ബംഗളൂരു ഉള്ളാൽ സ്വദേശി അബ്ദുൾ റാസിഖാണ് മരിച്ചത്. കിങ് ഫഹദ് റോഡിൽ ഹദീദിനടുത്ത് തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. 8 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം ജുബൈലിൽ മറവു ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. കണ്ണൂർ എടക്കാട് സ്വദേശി സോമനാഥനാണ് മരിച്ചത്. ബുവലി സനയിൽ വർഷങ്ങളായി കഫ്റ്റീരിയ നടത്തിവരികയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്ന് സാമൂഹ്യപ്രവർത്തകർ അറിയിച്ചു.